5, 6, 7, 8 എണ്ണമൊക്കെ ഒന്നിച്ചിറങ്ങി വരുന്നത്. ഒന്നിച്ചിറങ്ങി ഇങ്ങനെ വരും, ആൾക്കാർ ഒന്ന് വരട്ടും, അതിലേ കയറി ഇപ്പുറത്തൂടെ പോകും. പിന്നെ വെളുപ്പം കാലം ആവുന്നോണ്ടേ ഇറങ്ങി വരിക. ഇന്നലെ ആണെങ്കിൽ 5 മണിയായപ്പോൾ ഇറങ്ങി വന്നു. 13 വയസ്സുള്ള ചെറുക്കനാണ് കണ്ടത്. ആ കണ്ണാടിക്കകത്തൂടെ കണ്ട് ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തി. ഞങ്ങൾ വന്നു ഒച്ച വെച്ച് ഓടിച്ചു വിട്ടു. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോകാനൊക്കത്തില്ല, യാത്ര ചെയ്യാനൊക്കുകയില്ല. 6 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട. ഭയങ്കര ഇതായിട്ടാണ്, ഭയങ്കര ശല്യം, ആനശല്യം. ജോലി ചെയ്ത് ജീവിക്കാൻ നിവർത്തിയില്ല. ആനശല്യം ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേടിച്ചാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത്. ജോലി ചെയ്യുമ്പോഴും പേടിച്ച്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു 3 ആന ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്തോളം മേളിൽ നിന്ന് ഇറങ്ങി വന്നു. ഞങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഓടിപ്പോയി. ഞങ്ങൾ റബ്ബർ ടാപ്പിംഗ് ആണ് ജോലി. അന്നേരമാണ് ആന ഇറങ്ങി വന്ന് ഞങ്ങളെല്ലാം ഓടിയത്. പിന്നെ ഒത്തിരി പേർക്ക് ആനയെ കണ്ട് ഓടി അന്ന് കാലും കൈയൊക്കെ ഒടിഞ്ഞവരുണ്ട്. കോന്നി കല്ലേലി നിവാസികളുടെ അനുഭവമാണ് നാം കേട്ടത്. ഇത് കല്ലേലി നിവാസികളുടെ മാത്രം അനുഭവമല്ല, കേരളത്തിലെ മലയോര ജനത പൊതുവായി അനുഭവിക്കുന്ന ദുരനുഭവമാണിത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇവരുടെ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തണം. 1972 കാലഹരണപ്പെട്ട നിയമം മാറ്റത്തില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഒടുവിൽ രാജ്യസഭയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലും ശക്തമായ പ്രതിഷേധമാണ് കല്ലേലി നിവാസികൾക്കുള്ളത്. കേൾക്കാം അവരുടെ വാക്കുകൾ. പകൽ വെളുപ്പിനെ വെട്ടാൻ വരുന്ന തൊഴിലാളികൾ ആനയെ കണ്ട് പേടിച്ച് ഉരുണ്ട് വീഴുകയും പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എസ്റ്റേറ്റിനകത്ത് ആനയുടെ ശല്യമുണ്ട്. കേന്ദ്ര നിയമം എന്ന് പറയുന്ന 1972 പാസ്സാക്കിയ വന്യമൃഗ സംരക്ഷണ സമിതി വീട്, ആ നിയമം മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ എന്നല്ല, പൊതുവിലുള്ള എല്ലാ ആൾക്കാരുടെയും അഭിപ്രായം. പ്രതിഷേധമാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് പ്രതിഷേധാർഹമാണ്. ജനങ്ങളുടെ ഈ നീറുന്ന പ്രശ്നത്തിന്റെ മുമ്പിൽ കേന്ദ്ര സർക്കാർ ഇനിയും കണ്ണടയ്ക്കരുതേ. 1972 കേന്ദ്ര നിയമം എത്രയും പെട്ടെന്ന് ഭേദഗതി ചെയ്യണം. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.